ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് വീഡിയോയിൽ. നിങ്ങൾക്ക് എൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് താല്പര്യമുണ്ട് എന്നെനിക്കറിയാം. എല്ലാവരും വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ട്, ഓഡിയോ മെസ്സേജ് ഇട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഞാൻ 7 കീമോ തെറാപ്പി കഴിഞ്ഞ് 8ാമത്തെ കീമോ ചെയ്യാൻ സാധിച്ചില്ല. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്നെനിക്ക് ഓർമ്മയില്ല. ശരീരമാകെ തരിക്കാൻ തുടങ്ങിയതുകൊണ്ട് കീമോ തെറാപ്പി നിർത്തി. ഇനിയിപ്പോൾ സ്കാനിങ് ചെയ്ത് അറിയണം കാര്യങ്ങളൊക്കെ. ഭയങ്കര ക്ഷീണത്തിലും ഭയങ്കര അസ്വസ്ഥതയിലും ഞാനിങ്ങനെ ഓരോ ദിവസവും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹനം നിധിയാണെന്നും സഹനമില്ലാതെ സ്വർഗം കിട്ടുകയില്ലെന്നും വിശുദ്ധ ഫൗസ്റ്റീനായോട് കർത്താവ് പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലും പറയുന്നു, അനുദിന ജീവിതത്തിൽ നിൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വാ, അങ്ങനെ നീ വന്നാൽ എൻ്റെ ശിഷ്യനാണെന്ന് ഞാൻ പറയും. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യനാവണമെങ്കിൽ ശിഷ്യയാവണമെങ്കിൽ നമ്മൾ അനുദിന ജീവിതത്തിൽ തരുന്ന സഹനങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ ഒരു ശിഷ്യയാകാനായിരിക്കാം ദൈവത്തിൻ്റെ പദ്ധതി. എന്തായാലും എൻ്റെ പാപത്തിന് പരിഹാരമായും എൻ്റെ കുടുംബത്തിൻ്റെ പാപത്തിന് പരിഹാരമായും ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായും ഈ അസുഖത്തെ കാണണമെന്ന് ഈശോ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെല്ലാം ഇതിൽ നിന്ന് എപ്പോഴാണ് വിടുതൽ കിട്ടുക എന്ന് പറയുമ്പോൾ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ വരെ ഈശോ എന്നോട് സംസാരിക്കുന്നു. സന്ദേശത്തിൽ നിങ്ങൾ ഈശോ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. പ്രത്യക്ഷപ്പെട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് വിശുദ്ധകൾക്ക് കിട്ടുന്നത് പോലെ അങ്ങനെയൊന്നുമല്ല. ഈശോ ദർശനത്തിൽ സംസാരിക്കുകയാണ്. മോളെ, നിന്നെ സഹനത്തിൻ്റെ പുത്രിയായിട്ടും ഈ ഭവനത്തെ സഹനത്തിൻ്റെ ഭവനമായിട്ടും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് സഹനം മാത്രമേ പ്രതീക്ഷിക്കാവൂ എന്ന്. സഹനത്തിനപ്പുറം കിട്ടുന്ന ഒരു നിധിയുണ്ട്, അത് പ്രതീക്ഷിക്കാം. സ്വർഗരാജ്യം. പ്രിയ സഹോദരങ്ങളെ, നമ്മളോടൊക്കെ ഈശോ ആവശ്യപ്പെടുന്നത് ആത്മാക്കളെ നേടണം, പാപികളെ രക്ഷപ്പെടുത്തണം എന്നാണല്ലോ. ഫൗസ്റ്റീൻ അമ്മയോടും പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ വന്ന് പറയുന്നതും ഒക്കെ ഇതാണ്. ആത്മാക്കളെ നേടണം, ആത്മാക്കളെ നേടണം. ആത്മാക്കളെ നേടണമെങ്കിൽ സഹനം വിലയായിട്ട് കൊടുക്കണം. ഞാൻ അതൊന്നും പറയാനല്ല ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത്. ദൈവകരുണയുടെ ഒരു മഹാ അത്ഭുതം എൻ്റെ ജീവിതത്തിലുണ്ടായത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. എനിക്ക് 2 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ അവസ്ഥ. വായിലൊക്കെ തൊലി പോയി, എല്ലാം വായൊക്കെ ഡ്രൈ ആയി. പിന്നെ 2 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കുമ്പോഴേക്കും കിതയ്ക്കാൻ തുടങ്ങും, തല കറങ്ങാൻ തുടങ്ങും. ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. എങ്കിലും എൻ്റെ ഈശോ ഈ കരുണയുടെ ജപമാല എങ്ങനെയാണ് എന്നെ അറിയിച്ചത് എന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ സുഖമില്ലാത്ത അവസ്ഥയിലും നിങ്ങളോട് നേരിട്ട് വന്നത് പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ കരുണയെക്കുറിച്ച് അറിയുന്നത് ഈ ഒരു കരുണയുടെ പുസ്തകത്തിലൂടെയാണ്. കരുണയെക്കുറിച്ച് അറിയുന്നത് കരുണയുടെ ഈ പുസ്തകം എനിക്ക് ഒരു ചേച്ചിയാണ് തന്നത്. ഒരു ചേച്ചി എപ്പോഴാണ് തന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഒരു 40 വർഷം മുന്നോട്ട് പോകണം കേട്ടോ. 40 വർഷം മുൻപ്. അന്നൊക്കെ ചെട്ടിക്കാട്ടേക്ക് പോകും. ചെട്ടിക്കാട്ടേക്ക് പോകുന്നത് ഭയങ്കര ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഇവിടെ നിന്ന് പറ്റമായ ആളുകൾ ചൊവ്വാഴ്ച ദിവസം, അന്നൊന്നും നമുക്ക് വണ്ടിയിൽ പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നടക്കുമോ, അതല്ലെങ്കിൽ ചങ്ങാടത്തുമ്മ കൂടെ വണ്ടികളൊക്കെ വെച്ച് നമ്മളെ അവരപ്പുറത്തേക്ക് കടത്തി വിടും. അപ്പം ചങ്ങാടത്തുമ്മ പോകണമെങ്കിൽ എത്രയാണ്ട് പൈസ കൊടുക്കണം. 50 പൈസയോ അത് അങ്ങനെ 1 രൂപയോ ഒക്കെയാണ് അന്നത്തെ. അങ്ങനെ അത് കൊടുക്കാനില്ലാത്തവർ ചുറ്റി വളഞ്ഞ് ഒരു കൈവഴി ഉണ്ടല്ലോ, ഇടവഴി, അതിലൂടെ പോകും. അപ്പോൾ ഈ ഷീറ്റുകൾ, ഇങ്ങനത്തെ ടാർപ്പായ ഷീറ്റുകൾ അല്ലെങ്കിൽ ഓല കൊണ്ട് വേലിയൊക്കെ
കെട്ടിയിട്ടാണ് അവിടുത്തെ പ്രത്യേകത. അപ്പം അത് കണ്ടു കഴിഞ്ഞ് നമുക്കറിയാം ചെട്ടിക്കാട് പള്ളി അടുക്കാറായിട്ടുണ്ട്. മണൽ കാണും, അതൊക്കെയാണ് അടയാളം. അപ്പം ഞങ്ങൾ ഒരു ദിവസം ഒരു 40 കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് 19 വയസ്സ് കഴിഞ്ഞ് 20ാമത്തെ വയസ്സിൽ ഞങ്ങളിങ്ങനെ കൂട്ടം വിട്ട്, അപ്പം അമ്മ തൊട്ടടുത്തുള്ള ആളുകളുടെ കൂടെ ഞങ്ങളെ പറഞ്ഞു വിടും, പരിചയമുള്ളവരുടെ കൂടെ. അങ്ങനെ എന്നെ പറഞ്ഞു വിടും. ഞാനാണ് ഇതിന് മുൻകൈ എടുക്കുക. ഈ നൊവേന ചൊല്ലലും ഉപവാസം എടുക്കലും ഒക്കെ അന്നത്തെ പ്രത്യേകതകൾ അന്നേ ഉള്ളതാണ് ഇതൊക്കെ. അങ്ങനെ 40 വർഷം മുമ്പ് ഞാനൊരിക്കൽ ചങ്ങാടത്തുമ്മ പോവുകയാണ്. ചങ്ങാടത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് അന്ന് പോകുന്നത്. ബസ്സോ ഏതാ വണ്ടിന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ ചങ്ങാടത്തുമെന്ന് ഇറങ്ങാറായി. ചെട്ടിക്കാട് അതിർത്തിയിൽ വന്നപ്പോൾ ചങ്ങാടത്തുമെന്ന് ഇറങ്ങാൻ പോകുമ്പോൾ തിക്ക് നിരക്കില്ല. അന്നൊരു സുന്ദരിയായിട്ടുള്ളൊരു ചേച്ചി, മാതാവ് പ്രത്യക്ഷപ്പെട്ട് വന്നതൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ തന്നെ ഇടവകയിൽ എവിടെ നിന്നോ വന്ന് താമസിച്ചൊരു ചേച്ചിയാണ് എന്ന് പിന്നീട് മനസ്സിലായി. ആ ചേച്ചി എന്നെ കണ്ടിട്ട് പറഞ്ഞു, വെറുതെ ഒരു പരിചയമില്ല, ആ ചേച്ചി പറഞ്ഞു, ആലീസ ഈ പുസ്തകം മോള് കയ്യിൽ വെച്ചോ, അത് നല്ലൊരു പുസ്തകം എന്ന് പറഞ്ഞിട്ട് അന്ന് ചേച്ചി തന്ന പുസ്തകമാണിത്. ഞാനിപ്പോൾ എല്ലാ പുസ്തക വായനയിൽ നല്ല കമ്പമുള്ള ആളാണ്. 17 വയസ്സിൽ തന്നെ ഈ കണ്ണട വെക്കേണ്ട വന്നു എനിക്ക്. 17 അല്ല 20 വയസ്സായപ്പോൾ ഈ കണ്ണട വെക്കേണ്ട വന്നു. 20 വയസ്സ് തൊട്ട് ഇതെൻ്റെ മുഖത്തുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയാത്തൊരു സാധനമാണ് ഈ കണ്ണട. എങ്ങനെയാണ് ഈ കണ്ണട വയ്ക്കാൻ ഇട വന്നതെന്ന് നിങ്ങൾക്കറിയോ? ഈ വായിക്കാറായപ്പോൾ മുതൽ പുസ്തകങ്ങൾ വായിക്കും. സകല ലൈബ്രറികളിലെയും പുസ്തകങ്ങൾ എടുത്തു വായിക്കും. അവസാനം 20 വയസ്സിനുള്ളിൽ എൻ്റെ കണ്ണിൻ്റെ അവസ്ഥയാകെ വളരെ മോശമായി. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തത് തൃശ്ശൂരുള്ള വിജയശ്രീ കണ്ണാശുപത്രിയിലാണ്. ഡോക്ടർ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രായത്തിലധികം കണ്ണിന് ലോഡ് കൊടുത്തത് കൊണ്ടുണ്ടായതാണ്, ഈ പുസ്തക വായനയാണ് ഇതുപോലെ എത്തിച്ചത്. അങ്ങനെ അന്ന് മുതൽ ഈ ആഭരണം എൻ്റെ മുഖത്ത് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പുസ്തകം വായിക്കുമെന്നൊക്കെ അവിടെ നല്ല പ്രചാരമാണ് ഞങ്ങളുടെ അങ്ങാടിയിൽ. പിന്നെ ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പം എല്ലാവർക്കും നല്ല ബഹുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ പുസ്തകം വായനയിൽ കൂടെ ഞാൻ പ്രസിദ്ധയായതുകൊണ്ട് ഈ ചേച്ചി ഈ പുസ്തകം എടുത്തിട്ട് എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് വായിച്ച് നോക്കുന്നു. ഞാനിത് വായിച്ച് കിട്ടിയ വശം അത് വായിക്കും, വീട്ടിലെത്തിയ വശം ഞാൻ വായിക്കും. ഇതിൻ്റെ ഉൾപേജിൽ റെവറൻഡ് ഫാദർ സാമുവൽ പള്ളിവാതുക്കൽ, മേഴ്സി ഓഫ് ഗോഡ് ഡിവോഷൻ സെൻറ്റർ, നെയ്യാറ്റിൻകര ഹെഡ് പോസ്റ്റ് ഓഫീസ്, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, അങ്ങനെയാണ് കിട്ടിയത്. പുതിയ പതിപ്പ് വില 5 രൂപ, വലിയ പടത്തിന് 4 രൂപ, ചെറിയ പടത്തിന് 1 രൂപ, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. അന്ന് തന്നെ ലെറ്റർ ഇട്ടിട്ട് ഞാൻ ചെട്ടിക്കാട്ടിൽ നിന്ന് വന്ന് പിറ്റത്തെ ദിവസം ഇത് വായിച്ച് ദൈവത്തിൻ്റെ കരുണ എങ്ങനെയാണ് മനുഷ്യരിലേക്ക് വരുന്നത് എന്ന് സിസ്റ്റർ ഫൗസ്റ്റീനയിലൂടെ ദൈവം കൊടുത്ത കാര്യങ്ങളെല്ലാം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടെ വായിച്ചു. അപ്പം അതിൽ പറയുന്നുണ്ട്, വൈദികർ എൻ്റെ കാരുണ്യത്തെപ്പറ്റി പാപികളായ ആത്മാക്കളോട് പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വൈദികരോട് പ്രസംഗിക്കാനാണ് പറയുന്നത്, കരുണയെക്കുറിച്ച്. വൈദികരത് പ്രസംഗിക്കാറുണ്ടല്ലോ. അതുപോലെ പറയുന്നുണ്ട്, ലോകത്തിൻ്റെ അന്ത്യനാളുകൾ അടുത്തു വരുന്നു. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഞാനതിൽ നോക്കി എന്തൊക്കെയാണ് ഈ കരുണയുടെ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി ഇപ്പം ഞാനും ഒരു പ്രഘോഷകയാകണം, കാരുണ്യത്തിൻ്റെ ഒരു പ്രഘോഷകയാകണമെന്ന് എനിക്ക് തോന്നി. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ എന്ത് ചെയ്തു? ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലുള്ള ഫാദർ സാമുവൽ പള്ളിവാതുക്കലിൻ്റെ അഡ്രസ്സിൽ ഒരു ലെറ്റർ ഇട്ടു. എനിക്ക് ഈ പുസ്തകം വേണം, എനിക്ക് ഈ പുസ്തകം ആവശ്യമുണ്ട്. ഞാൻ 20 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. എൻ്റെ കയ്യിൽ നയാ പൈസയില്ല അയച്ചു കൊടുക്കാൻ. അന്നൊന്നും പൈസ അങ്ങനെ കയ്യിൽ വരുന്ന കാലഘട്ടമല്ല. ഇന്നത്തെ പിള്ളേരുടെ കയ്യിൽ പൈസയുള്ള പോലെ ഇവിടെ ഒരു പൈസയില്ല.
ഞാൻ എഴുതി അയച്ചതാണ്. എനിക്ക് 5 പുസ്തകങ്ങളെങ്കിലും അച്ഛൻ അയച്ചു തരണം. എനിക്ക് എൻ്റെ കയ്യിൽ നയ പൈസയില്ല. ഇതാണ് ഞാൻ എഴുതി വെച്ചത്. അത് കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര ചിരിയായി. എന്തായാലും അച്ഛൻ അത് അയച്ചു തന്നു. 5 കോപ്പി പുസ്തകത്തിൻ്റെ. എനിക്ക് തോന്നുന്നു ഞാൻ കൃത്യം എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എപ്പോഴാണ് ഇത് ഇങ്ങനെ അച്ഛന് അയച്ചത് എന്ന്. ഞാൻ ഓർക്കുന്നു, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യം ലെറ്റർ അയച്ചപ്പോൾ എനിക്ക് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ ഈ പുസ്തകവും കയ്യിൽ വെച്ച് ഇരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നത് ഞാനൊരു 3-3.5 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിലുള്ള പുസ്തകം ഒരു നിധി പോലെ കിട്ടി ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 3.5 വർഷം കഴിയുമ്പോഴാണ് ഞാനിങ്ങനെ ലെറ്റർ ഇട്ടിട്ട് അച്ഛനോട് വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ എനിക്കൊരു 1959 ആയിരിക്കും. അപ്പോഴേക്കും എൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പം എനിക്ക് കന്യാസ്ത്രീ ആണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇന്നത്തെ പിള്ളേർ പറയുന്നത് പോലെ മാതാപിതാക്കളോട് അങ്ങനെ എതിർത്ത് പറഞ്ഞ് എൻ്റെ ലക്ഷ്യം സാധിക്കുക എന്നുള്ള ഒരു ബോധ്യം ഒരു ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കൾ എന്ത് പറയുന്നോ അതനുസരിക്കുക. ഞാൻ ലെറ്റേഴ്സൊക്കെ അയച്ച് മഠത്തിൽ ചേരാനുള്ള അവരുടെ ലെറ്ററൊക്കെ വന്നിരിക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാക്കി വീട്ടിൽ. അങ്ങനെ അവരെല്ലാവരും കൂടി എന്നെ വിവാഹം കഴിച്ചയപ്പിച്ചു. വിവാഹം കഴിച്ചയപ്പിച്ചപ്പോഴും ഞാൻ ഈ പുസ്തകം കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ പുസ്തകം ഈശോയുടേതായ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഇരുന്നും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഞാൻ ആദ്യത്തെ ഇത് പൈസ ഇല്ലാണ്ട് എനിക്ക് 5 പുസ്തകം അയച്ചു തന്നു. പിന്നീട് ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് ചേച്ചിമാരും അമ്മയൊക്കെ പോക്കറ്റ് മണി തന്നു വിടും. അപ്പോൾ പോക്കറ്റ് മണി തന്നു വിടുമ്പോൾ അതിൽ ഞാൻ എപ്പോഴും മാറ്റിവെക്കും ഈശോയുടെ കാര്യങ്ങൾക്ക്. അന്നേ തന്നെ മാറ്റിവെക്കുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ ഞാൻ 100 രൂപ തികയുമ്പോൾ ഈ അച്ഛന് എഴുത്തിടും. എന്നിട്ട് പറയും 100 രൂപ അയച്ചിട്ടുണ്ട് അച്ഛാ, ഇങ്ങനെ എനിക്ക് അതിനുള്ള പുസ്തകങ്ങൾ തരണം എന്ന് പറയും. അപ്പോൾ അച്ഛൻ അതിൽ കുറച്ച് പടങ്ങളും സാധനങ്ങളൊക്കെ വെച്ച് എനിക്ക് അയച്ചു തരാറുണ്ട്. അങ്ങനെ ഈ 100 രൂപയിൽ 5 രൂപ പ്രകാരം 5 രൂപയാണ്ടാണ് പുസ്തകത്തിന് വില. അപ്പോൾ 20 പുസ്തകം കിട്ടും. അതിൽ പോസ്റ്റൽ ചാർജൊക്കെ കഴിഞ്ഞിട്ട് 18 പുസ്തകം അച്ഛൻ അയച്ചു തരും. അപ്പോൾ അച്ഛനായിട്ട് കോണ്ടാക്ട് അച്ഛൻ ചോദിക്കും, പിന്നെ പിള്ളേരുണ്ടോ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി, കൊച്ചു പിള്ളേർക്ക് സുഖമാണോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ തുടർന്ന് എപ്പോഴും ഇത് അയച്ച് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ 18 പുസ്തകവും കൊണ്ട് അന്ന് ഞാൻ ഇറങ്ങും, ഹാൻഡ് ബാഗും തോളിലിട്ട്. എന്തിനാണെന്നോ, കാണുന്നവർക്കൊക്കെ ആർക്കാണ് ശരിക്ക് അത് വായിക്കുന്നു തോന്നുന്നവർക്ക് സംസാരിച്ച് വരുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ, അവർക്കിത് കൊടുക്കാൻ. കരുണയുടെ ദൈവകരുണ പ്രചരിപ്പിച്ചിരുന്ന രീതിയാണ് ഞാൻ. പിന്നീട് പിള്ളേർ ഉണ്ടായി. മൂത്ത മകൻ LKG പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്കൂളുകളിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. എല്ലാ സ്കൂളുകളിലും ഒരു 11 മണിയാകുമ്പോൾ പോവും. മകൻ്റെ സ്കൂളിൽ ആദ്യം പോവും, ഹെഡ് മാസ്റ്റർക്ക് കൊടുക്കും. ഇത് ഭയങ്കര നല്ലതാണ്, ടീച്ചർമാരുടെ ഇത് ഒരെണ്ണം വെച്ചോ നിങ്ങൾ. അങ്ങനെ എല്ലാ സ്കൂളുകളും എനിക്ക് അന്ന് എത്ര സ്കൂൾ, 2-3 സ്കൂള്, ആ സ്കൂളുകളിൽ കയറും. അങ്ങനെ കയറി ഇതിനെക്കുറിച്ച് പറയും. അങ്ങനെ ഈ 18 പുസ്തകവും ഒരു മാസത്തിലൊരിക്കൽ ഞാൻ ചിലവഴിക്കും, മഠങ്ങൾ അങ്ങനെയൊക്കെ കയറിയിട്ട്. അങ്ങനെയാണ് ഞാൻ കരുണയുടെ ഈ ദൈവത്തിൻ്റെ കരുണ പ്രചരിപ്പിച്ചിരുന്നത്. പ്രിയ കൂട്ടുകാരെ, അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഈ അച്ഛനായിട്ടുള്ള കോണ്ടാക്റ്റ് അടുത്ത വർഷങ്ങളിലാണ് എനിക്ക് ഇല്ലാതായത്. കാരണം എനിക്ക് പിന്നെ അയച്ചിട്ട് മറുപടി ഒന്നും വന്നില്ല. ഞാൻ എന്താണ് അച്ഛനെക്കുറിച്ച് വിചാരിക്കുന്നത് എന്ന് ഈ ഭൂമിയിൽ അച്ഛനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ ഈ അച്ഛനെ ഒന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന്. പക്ഷെ എനിക്കിത് പറ്റിയിട്ടില്ല. ഫാദർ സാമുവൽ പള്ളിവാതുക്കൽ എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ പലപ്പോഴും തിരുവനന്തപുരത്ത് പോകേണ്ട വന്നിട്ടുണ്ട്. ഭർത്താവിന് ക്യാൻസറായിട്ട് റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്ക് പോകേണ്ട വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ദേവസഹായം പള്ളിയുടെ അവിടെ കാണാൻ, അപ്പോഴൊന്നും ഇത് കോണ്ടാക്റ്റ് കിട്ടിയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഇങ്ങനെയാണ് എനിക്ക് ഈ ദൈവകരുണയുടെ ഒരു പ്രചോദനം കിട്ടുന്നത്. പിന്നീട് ഞാൻ ആ ചേച്ചീനെ കണ്ടിട്ടുമില്ല. ആ ചേച്ചി എവിടേക്കോ പോയെന്ന് തോന്നുന്നു. ഞാൻ അന്വേഷിച്ചറിഞ്ഞു ഈ ചേച്ചി ആരാണെന്ന് ചോദിച്ചപ്പോൾ തെക്ക് ഭാഗത്തു നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ താമസിച്ച ഒരാളാണെന്ന് പറഞ്ഞു. പിന്നീട് ഒരു സ്ഥലം വിറ്റുപോയി എന്നും പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ, രണ്ടാമത് ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഈ ദൈവകരുണയുമായിട്ട് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് നടന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഞാൻ 23 വയസ്സിലാണ് ഇത് തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അത്ഭുതം നടക്കുന്നത്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ 4-5 വർഷങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ടോക്കുകൾക്കൊക്കെ പോകുന്നു. കൊറോണയ്ക്ക് മുമ്പ്, കൊറോണ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ടീമായിട്ട് പല സ്ഥലത്തും ധ്യാനിപ്പിക്കാനും മഠങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഇടവകയുടെ പള്ളികളിലെല്ലാം പ്രീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. ടീമായിട്ട് പോകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ഞാൻ 25 വർഷമായിട്ട് ഗലീലിയിലെ ഫാദർ സെബാസ്റ്റ്യൻ അവറാനസിൻ്റെ കൂടെയാണ് ശുശ്രൂഷ ചെയ്തിട്ടത്. അതിൻ്റെ കൂടെ പിന്നെ ടീമായിട്ട് അവസാന കാലഘട്ടങ്ങളിൽ വേറെ ഫാദർ ജോസൻ പടിക്കലച്ചൻ ഡയറക്ടറായിട്ട് ഞങ്ങൾ അങ്ങനെ ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടമാണ് കൊറോണയ്ക്ക് മുമ്പ്. അപ്പോൾ ഞാൻ വളരെ ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്ന കാലം. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ പല ടോക്കുകൾക്കും വിളിക്കും, വൺ ഡേക്ക് വിളിക്കും. പല സ്ഥലങ്ങളിലും എത്തിപ്പെടാത്ത സ്ഥലങ്ങളില്ല ടോക്കുകൾക്ക് പോയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഒരു സ്കൂളിൽ വിളിച്ചപ്പോൾ സ്കൂളിൽ പോകുന്നതിനേക്കാൾ മുമ്പ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ഞാൻ ആരാധനയ്ക്ക് ചെന്നു. അങ്ങനെ ചെന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞങ്ങളിവിടെ വീട്ടിൽ ഞാൻ എൻ്റെ കൂട്ടായ്മയിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു പുസ്തകം എല്ലാവർക്കും ഒന്ന് അടിച്ച് കൊടുക്കണമെന്നുണ്ട്. അതിനെന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള സിസ്റ്റർമാരുടെ തന്നെ പ്രസ്സിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ഇത് അടിച്ചു കൊടുക്കണമെങ്കിൽ 15,000 രൂപയെങ്കിലും വേണ്ടി വരും. ഞാൻ പറഞ്ഞു 15,000 രൂപയോ? ഞാൻ ഈ പുസ്തകം 5 രൂപയ്ക്ക് ഇങ്ങനെ കിട്ടുമെന്നാണ് വിചാരിച്ചത്. കാരണം ഞാൻ 5 രൂപയല്ലേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു 15,000 രൂപ. 15,000 രൂപ പോയിട്ട് അന്നൊരു 1,000 രൂപ എൻ്റെ കയ്യിലില്ല. കാരണം ഞങ്ങൾ അങ്ങനെയുള്ള പ്രതിസന്ധി കൂടിയാണ് കടന്നു പോകുന്നത്. ഞങ്ങൾക്ക് വീടൊക്കെ ഉണ്ട് കാണുമ്പോൾ അങ്ങനെ വിചാരിക്കുമെങ്കിലും അടിക്കടി ഈശോ അസ്യപിതാവിന് സാമ്പത്തികമായി തട്ടിയെടുത്തതുപോലെ അങ്ങനെ ഒരു അവസ്ഥയെ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് 15,000 രൂപ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ മനസ്സിൽ വെച്ച് പ്രസ്സിൽ അടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പോന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം ഈ പുസ്തകം കുറച്ചധികം അടിച്ച് അന്നത്തെ ദൈവകരുണയുടെ തിരുനാളിന് മുമ്പായിട്ട് കൊടുക്കണം. എന്നിട്ട് ഞാൻ ആ പ്രസ്സിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞ് ആ പുസ്തകം ബാഗിലും വെച്ച് ഞാൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിത്യാരാധനയിൽ പോയി പ്രാർത്ഥിച്ച് 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടാണ് ടോക്കുകൾക്ക് പോവാറ്. അന്ന് വൺ ഡേ ആണ്. അപ്പോൾ ആ വലിയ സ്കൂളിൽ വൺ ഡേ നടത്തണം. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിന് 1 മണിക്കൂർ 1 ക്ലാസ്. അങ്ങനെ ഞാൻ അതിനായിട്ട് പോവാം. 1 മണിക്കൂർ ആരാധന കഴിഞ്ഞ് ഞാൻ ജൂബിലിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നേരെ കാണാൻ ലൂർദ് പള്ളിയാണ്. ലൂർദ് പള്ളിയുടെ ഫസ്റ്റ് ഗേറ്റിൽ തന്നെ ഒരു കപ്പേളുണ്ട്, മുകളിൽ ഇങ്ങനെ മാതാവ് നിൽക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ ഹാൻഡ് ബാഗ് വിട്ട് അങ്ങനെ കടകളുടെ ഉള്ളിൽ അങ്ങനെ ഫ്രണ്ടിൽ കൂടെ നടക്കുമ്പോൾ ഈ ലൂർദ് മാതാവിനെ കണ്ടു. അപ്പോൾ ഉള്ളിൽ ഈ വിഷമാണ് എപ്പോഴും. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിത് അടിച്ചു കൊടുക്കണമെന്നുണ്ട്, പക്ഷേ കയ്യിൽ പൈസ ഇല്ല, എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ കപ്പേളയിൽ ശരിക്കും മാതാവ് അങ്ങോട്ട് മാറി. ഫാത്തിമ മാതാവിന് പകരം ഒരു കന്യാസ്ത്രീ ഇറങ്ങി വരാണ് കപ്പേളയുടെ ഉള്ളിൽ നിന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, അന്നെല്ലാം ഒരു ഇത് ദർശനാണെന്നോ ഇത് സന്ദേശം അതൊന്നും തിരിച്ചറിവില്ല ശരിക്കും. അപ്പോൾ എനിക്കൊക്കെ അതൊരു തമാശയായിട്ട് തോന്നാറ്. ഇപ്പോഴാണ് അതിൻ്റെ മൂല്യങ്ങൾ ഞാൻ ആലോചിക്കാൻ. അന്നൊക്കെ ഒന്നും കൂടി കണ്ണു തുറന്ന് നിന്നെങ്കിൽ മാതാവിന് ശരിക്കും കാണാമായിരുന്നു. ഇന്ന് കണ്ണ് തുറന്ന് നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ മാതാവ് വിട്ട് വരുന്നുമില്ല. എന്തായാലും കപ്പേളയുടെ മുമ്പിൽ ഒരു കന്യാസ്ത്രീ. അപ്പം ഞാനടുത്ത്, അത് ശരി, നീ ഇപ്പോൾ കന്യാസ്ത്രീയുടെ വേഷത്തിലൊക്കെയാണോ ഇറങ്ങി വരണേന്ന് ചോദിച്ചു. കന്യാസ്ത്രീ വന്നതിനെ ചിരിച്ചിട്ട് അപ്പം തന്നെ കപ്പേളയുടെ ഉള്ളിലേക്ക് പോകുകയും ചെയ്തു. അപ്പം ഞാൻ കപ്പേളയുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. നന്നായി എന്തായാലും എന്ന് പറഞ്ഞ് ഞാനതിനൊരു വിലയും അങ്ങനെ ഒരു മൂല്യമൊന്നും സന്തോഷമായി. മാതാവ് എന്ത് കന്യാസ്ത്രീയുടെ വേഷത്തിൽ വരണേന്നും പറഞ്ഞ് ഞാൻ ആ സ്കൂളിലേക്ക് പോയി. അന്നത്തെ വൺ ഡേ തുടങ്ങി.
പ്രിയ സഹോദരങ്ങളെ, ഞാൻ സാധാരണഗതിയിൽ പണ്ടൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ പൈസയൊന്നും വാങ്ങാറില്ല വർഷങ്ങളോളം. പിന്നീടാണ് എല്ലാവരും പറഞ്ഞിട്ട് TA എന്ന് പറയുന്ന സംഭവം അവർ തരും, അത് വാങ്ങണം, അതൊരു നിയമമായി മാറി. നമുക്ക് ഓട്ടോറിക്ഷ പിടിച്ച് അവിടെ വരെ എത്തണ്ടേ, അതിനുള്ള പൈസ. അപ്പോൾ ഏത് ചിലത് 500 രൂപയോ മാക്സിമം 1000 രൂപയോ ഒക്കെ വെച്ച് തരും അവർ. അപ്പോൾ ഞാനാണെങ്കിൽ ബസ്സിൽ കയറാൻ എനിക്ക് പറ്റില്ല, ഓട്ടോറിക്ഷയിൽ കയറണം, വീട്ടിൽ നിന്ന് തന്നെ ഓട്ടോ പിടിക്കണം. അങ്ങനെയാണ് എൻ്റെ തണ്ടലിൻ്റെ സിസ്റ്റം. എൻ്റെ അടുത്ത ഭാഗത്തിൽ തളർന്ന അവസ്ഥയിലുള്ള ഒരു ആളായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ TA കിട്ടും. അപ്പം അതാണ് അന്നത്തെ രീതി. ഞാൻ വാങ്ങാറേ ഇല്ല, പക്ഷെ പിന്നീട് അത് അങ്ങനൊരു നിർബന്ധമായി TA വാങ്ങും. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എന്നെ റൂമിലേക്ക് വിളിപ്പിച്ച ചേച്ചിയോട് വേഗം വരാൻ പറയുന്നത്. അങ്ങനെ ചെന്നപ്പോൾ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സിസ്റ്റർ പറഞ്ഞു എന്നോട്, ചേച്ചി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയില്ല, എന്നോട് ഇപ്പോൾ ഇന്ന് രാവിലെ മാതാവ് പറഞ്ഞു, ചേച്ചിക്ക് ഈ വരുന്ന ആൾക്ക് ഇത്ര രൂപ വെച്ച് കവർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതെയോ സിസ്റ്റർ, അതെന്താ അങ്ങനെയെന്നു? എനിക്കറിയില്ല ചേച്ചി, ഇത് TA ആയിട്ടൊന്നും കണക്കാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ശരി മാതാവ് തന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ആ കവർ വാങ്ങി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞാൻ അവിടെ നിന്ന് പോന്നു. പ്രിയ കൂട്ടുകാരെ, ഞാൻ എൻ്റെ വീട്ടിലെത്തി. മാതാവ് പറഞ്ഞത് കവറിലത്തെ പൈസ എത്രയാണെന്ന് അറിയാനായിട്ട് കവർ തുറന്ന് നോക്കിയപ്പോൾ 15,000 രൂപ അതിൽ വെച്ച് തന്നിരിക്കുക. എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ടും അവസാനമായിട്ടും എന്ന് പറയാം ഞാനിങ്ങനെ പൈസ ഇത്ര ഒരു ടോക്കന് പോയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ 15,000 രൂപയോ? അപ്പോഴാണ് ഞാൻ കപ്പേളയിൽ ഇറങ്ങി വന്ന കന്യാസ്ത്രീയെ ഓർത്തത്. എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്, ഒരു കന്യാസ്ത്രീയിലൂടെ നിൻ്റെ ഈ ആഗ്രഹം സാധിക്കുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് മനസ്സിലായി, ദൈവകരുണയുടെ ഒരു പ്രചാരത്തിനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ദൈവം നമ്മളെ വെറുതെ ആക്കില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും ഈ കരുണയുടെ പുസ്തകം പ്രചരിപ്പിക്കാൻ, കരുണയെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ. ഇന്നിപ്പോൾ കരുണയെക്കുറിച്ച് അങ്ങനെ പ്രചരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരുടെ കയ്യിലുണ്ടാകും ഈ പുസ്തകം. പക്ഷെ ഞാനിതിൽ 40 വർഷം മുമ്പ് നോക്കുമ്പോൾ കരുണയെക്കുറിച്ച് ആരും പറയണ കേട്ടിട്ടില്ല. ഒരു സ്ഥലത്ത് ഞാൻ ദൈവകരുണയുടെ തിരുനാളോ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് എൻ്റെ കയ്യിൽ പുസ്തകം വരുന്നത്. 5 രൂപയാണ് അന്ന് പുസ്തകത്തിന് വില, 1989. അപ്പോൾ ഈ 5 രൂപ വരുന്ന പുസ്തകം ഞാൻ എത്രയോ വർഷം എല്ലാ മാസവും 100 രൂപ കൊടുക്കും എൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന്. അത് കുട്ടികൾക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാണ്ടായാലും ഞാൻ ഈ 100 രൂപ മാറ്റി വയ്ക്കും. അങ്ങനെ പോസ്റ്റ് ഓഫീസിന് റെസീറ്റ് കിട്ടും. എന്നിട്ട് ചാർജ് കഴിച്ച് ബാക്കിയുള്ള പുസ്തകം എത്രയോ വർഷം 89 മുതൽ ഇപ്പോൾ 2024 എനിക്ക് തോന്നുന്നൊരു 4-5 വർഷം മുമ്പ് 2020 വരെ ഞാൻ ഇങ്ങനെയാണ് പുസ്തകം കൊടുത്തിരുന്നത്. എന്നിട്ട് ഞാൻ ഈ പുസ്തകം അടിക്കാൻ കൊടുത്തു. എനിക്ക് ഭയങ്കര അത്ഭുതമായി, ഇങ്ങനെയും കർത്താവ് ഇടപെടുമല്ലേ എന്ന്. കരുണയുടെ ഈശോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയൊരു അത്ഭുതമാണിത്. അതിൻ്റെ ഇടയിലൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ പുസ്തകം അച്ചടിക്കാൻ എന്താ മാർഗം എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മരിയാപുരം MMB ആശ്രമത്തിൽ ആരാധന നയിക്കാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ MMB ആശ്രമത്തിൽ ഒരു ദിവസം പോയപ്പോഴുണ്ട് ഇങ്ങനെ ഒരു പുസ്തകം അവിടെ അടിച്ച് വെച്ചിരിക്കുന്നത്. ഒരു പുസ്തകമേ ഉള്ളൂ അതിൽ. അപ്പം ഞാൻ അവിടുത്തെ ബ്രദർമാരുടെ അടുത്ത് ചെന്നു, ദൈവമേ, ഞാൻ പറഞ്ഞു, ബ്രദറെ, ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം അടിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചത്, ആരാ ഇങ്ങനെ ഇത് അടിച്ചു വെച്ചിരിക്കുന്നത്, എനിക്കറിയില്ല ഇത് എവിടെ അടിക്കുക. അപ്പോൾ ബ്രദർ പറഞ്ഞു തന്നാണ് ആ പ്രസൻ്റെ കാര്യം. പിന്നീട് ഇത് അടിച്ചു വെച്ച് ചേച്ചിയെ പോയി അന്വേഷിച്ചു. കാലിന് സുഖമില്ലാത്തൊരു ചേച്ചിയായിരുന്നു. അങ്ങനെ അവർക്ക് പെൻഷനൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഞാനും ഭർത്താവും അങ്ങനെ നടന്ന് ആ വീടൊക്കെ കണ്ടുപിടിച്ച് ആ ചേച്ചിയോടെ അടുത്ത് ചെന്നപ്പോൾ ചേച്ചിക്ക് ഭയങ്കര അതിശയം. അവർ പറഞ്ഞു, ഞാനൊരു 10,000 രൂപ കൊടുത്താണ് അടിച്ചത് പുസ്തകം. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു കോപ്പി ബാക്കി ഉണ്ടാവുമോ കയ്യിൽ കിട്ടാൻ, ഇപ്പോൾ പുതിയ എഡിഷനാക്കി നമുക്ക് അടുപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞു, ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, ഞാൻ എല്ലാം എടുത്ത് കൊടുത്തു. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാം എടുത്ത് കൊടുക്കരുത്, ഒരെണ്ണം വെക്കണ്ടായിരുന്നു. പക്ഷേ ചെന്നപ്പോൾ 3 എണ്ണം, അത് അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ അലമാരയിൽ 3 എണ്ണം ഇരിക്കുന്നു.
അങ്ങനെ ആ 3 പുസ്തകം എനിക്ക് കിട്ടി. ആ 3 പുസ്തകത്തിൽ ഞാൻ 2 പിന്നീട് ആളുകൾക്ക് കൊടുത്തു. ഒരെണ്ണം ഞാൻ എടുത്തു വെച്ചു. ആ പുസ്തകം പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ അതിനെ മോഡൽ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ അടിച്ചത്, നല്ല ഭംഗിയിലൊക്കെ. ഇത് പണ്ടത്തെ പുസ്തകമല്ല, പണ്ടത്തെ പുസ്തകത്തിനേക്കാൾ നല്ല കളർഫുള്ളായിട്ട് പിന്നീട് സിസ്റ്റർ ഫൗസ്റ്റീനയുടെ പടമൊക്കെ വെച്ച് അങ്ങനൊരു പുസ്തകം അടിച്ചെടുക്കും. പിന്നെ 15,000 രൂപയ്ക്ക് കുറേ പുസ്തകങ്ങൾ കിട്ടി. അങ്ങനെ അടിക്കുള്ളൂ, എത്ര 1000 എന്നാ അങ്ങനെയൊക്കെ ആയിട്ടാ അടിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. 1000 ഒന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. 2 കാർഡ്ബോർഡ് ബോക്സിലായിട്ട് പുസ്തകം വന്ന്. അന്ന് ആ വർഷത്തെ ദൈവകരുണയുടെ തിരുനാളിന് മുമ്പായിട്ട് ഈ പുസ്തകങ്ങൾ മുഴുവൻ എനിക്ക് കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ മഠങ്ങളിലും സെമിനാരികളിൽ, പരിചയമുള്ള സെമിനാരികൾ, അച്ഛന്മാർക്ക്, കന്യാസ്ത്രീകൾക്ക്, സ്കൂളുകളിലൊക്കെ ഞാൻ കൊടുത്ത് അവസാനിപ്പിച്ചിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എൻ്റെ കയ്യിൽ 2-3 കോപ്പിയുള്ളൂ. ഇന്നലെ ഒരു ഫാദർ വന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ദൈവകരുണയെക്കുറിച്ച് പ്രഘോഷിക്കാൻ. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഇതിൻ്റെ ചെറിയ പുസ്തകം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് കൊടുത്തു. ഇനി അടിച്ചു കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ന് എല്ലാവരുടെ കയ്യിലും ഇത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി കരുണ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേ വേണ്ടു. അതുകൊണ്ട് ദൈവകരുണയുടെ പ്രഘോഷകരായിട്ട് നമുക്ക് മാറാം. കാരണം ദൈവകാരുണ്യത്തിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകി വരും. എനിക്ക് തോന്നുന്നു അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തിൻ്റെ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ ഇന്നും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. അടിക്കടി സഹനങ്ങളാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ജീവിതം തന്നെ മൊത്തം സഹനമാണ്. സഹനം എന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കാൻ പറ്റില്ല, അതുപോലെയുള്ള സഹനങ്ങളിൽ കൂടെ കടന്നു വന്നിട്ടുണ്ട്. പിന്നീട് മെയിൻ സഹനമാണ് 9ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ അച്ഛൻ മോനെ ബസ് ഇടിച്ച് മരിച്ചു എന്ന് ഫോൺ വരുന്നത്. അവിടെയും ഞാൻ പറയും, വെള്ളാമ്പറമ്പിൽ ബസ്സിൻ്റെ അടുത്ത് നിന്ന് ആംബുലൻസിൽ അവനെ അടിയിൽ നിന്നെടുത്ത് കയറ്റുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. അന്ന് കർത്താവിനറിയാലോ ഇവനെ ഒരു പുരോഹിതനാക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ അവനിലേക്ക് ഒഴുകിയിട്ടാണ് അവന് ജീവൻ കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കും. അതുപോലെ കുറേയേറെ മാനസിക പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ കരുണയാണ് എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഈ വർഷങ്ങളിലൊക്കെ സഹനത്തിൻ്റെ ഉന്നതിയിലാണ് നിൽക്കുന്നത്. ആമാശയം മുറിച്ചു മാറ്റുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ. അതിനുശേഷമുള്ള സഹനത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പോഴേക്കും ഭർത്താവിന് പാൻക്രിയാസിൽ ക്യാൻസർ ഉണ്ടെന്നറിയുന്നു. അത് ഓപ്പൺ ചെയ്യണ്ട എന്ന് ഈശോ പറയുന്നു. കാരണം ഈശോയുടെ കരുണ 15 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അല്ലാതെ തന്നെ ലക്ഷങ്ങൾ ഇപ്പോൾ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പക്ഷേ ഇടപെടുന്നുണ്ട്. കർത്താവിൻ്റെ കരുണയുണ്ട്. അങ്ങനെ പാൻക്രിയാസ് ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ ക്യാൻസർ രോഗി ആയിരിക്കെ തന്നെ അദ്ദേഹമാണ് എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ദൈവത്തിൻ്റെ കരുണയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ കാണാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ കൊണ്ടുപോകേണ്ട എൻ്റെ മകൻ ജോലിക്ക് പോകാൻ പറ്റാതെ, അവന് ഗൾഫിൽ നല്ലൊരു ഓഫർ വീണ്ടും കിട്ടി. കൊറോണയ്ക്ക് മുമ്പ് ജോലിയില്ലാതെ വന്നിരുന്ന ആ മകന് ഒരു നല്ല ഓഫർ കിട്ടി പോകാൻ നിൽക്കുന്ന സമയത്താണ് അവൻ്റെ കാലിന് ഓപ്പറേഷൻ, ലിഗമെൻറ്റ്. അങ്ങനെ അടിക്കടി സഹനങ്ങളിൽ കൂടെ കടന്നു വന്ന എല്ലാതിനെയും ഞാൻ ഫേസ് ചെയ്യുന്നത് തമ്പുരാൻ്റെ കരുണ എനിക്ക് വേണ്ടി കർത്താവ് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരുക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ കരുണയുടെ ഒരു ഓറ ഞാൻ പറയും എനിക്ക് ചുറ്റും, എൻ്റെ കുടുംബത്തിന് ചുറ്റുമുണ്ട്. ഇല്ലെങ്കിൽ ഇത്രമാത്രം സഹനങ്ങളോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പ്രിയ കൂട്ടുകാരെ, അടുത്ത ഒരു സഹനമായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈശോ പറഞ്ഞു, നിൻ്റെ കുരിശിൻ്റെ വഴിയൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെയാട്ടോ. അപ്പം ഞാൻ ഓർത്തു, എന്തായാലും ഞാൻ ബെഡിലാണല്ലോ, അപ്പോൾ എൻ്റെ കുരിശിൻ്റെ വഴി ഇവിടെ തന്നെയാണല്ലോ എന്ന്. അപ്പോൾ വീടിൻ്റെ ബാക്കിൽ നിന്ന് കപ്പേളയെന്നാണ് കുരിശിൻ്റെ വഴി തുടങ്ങുക. ഇവിടെ വന്ന അന്ന് മുതൽ 31 വർഷമായിട്ട് ഈ പ്രൊസഷന് ഞാൻ പോകാറുണ്ട്, എല്ലാ പരിപാടിയും എടുക്കും. അപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ പീഡാസഹനത്തിൻ്റെ ഈ ദിനങ്ങളിൽ കർത്താവ് മറ്റൊരു സഹനം കൂടെ തന്നത്. എന്നെ സഹായിക്കാനുള്ള എൻ്റെ മരുമകൾ, ഓടി നടന്ന് പണിയെടുക്കുന്ന മരുമകൾ, അവൾ പണിയെടുത്താൽ എനിക്ക് സുഖമായിട്ട് കിടക്കാമായിരുന്നു. അപ്പോഴാണ് മരുമകൾക്കും എൻ്റെ മകൻ്റെ മൂത്ത കുഞ്ഞിനും ഡെങ്കുപ്പനി. എനിക്ക് ഓൾറെഡി വന്ന് പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് നോക്കിയപ്പോൾ വല്ലാണ്ട് കുറവായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല, കാരണം ഹീമോൻ്റെ അവസ്ഥകളാണെന്ന് വിചാരിച്ചിട്ടുണ്ടാകും.
അങ്ങനെ അടുത്ത സമ്മാനം. അങ്ങനെ എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഈ പീഡാസഹനത്തിൻ്റെ ആഴ്ചകളിൽ ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ബാക്കിൽ കപ്പേളയിൽ നിന്ന് കുരിശിൽ മരിച്ചവനേ എന്നുള്ള പാട്ട് മൈക്കയിൽ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് വേദനിച്ചു. ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, നിൻ്റെ ഡെഡ് ബോഡി ഒന്ന് കാണാനായിട്ട് എനിക്ക് പറ്റിയില്ലല്ലോ. ഇന്ന് ഒരൊറ്റ പള്ളികളിലും ആരാധനയ്ക്ക് പെസഹ വ്യാഴാഴ്ച പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ മോളെ, നിൻ്റെ ഹിതമല്ല എൻ്റെ ഹിതമാണ് നിൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. ഓരോരുത്തരുടെ ജീവിതത്തിൽ നടക്കേണ്ടത് നിൻ്റെ ഹിതമല്ല എൻ്റെ ഹിതം, എൻ്റെ പിതാവിൻ്റെ ഹിതമാണ് നടക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ സന്ദേശം കിട്ടിയതോടുകൂടി ഞാനിപ്പോൾ പറയും, കർത്താവേ, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. ജെറമിയ 29:11 അതല്ല പറഞ്ഞത്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനല്ല ക്ഷേമത്തിന് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് പിതാവിൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ ചുമരുമേ തെളിഞ്ഞു വന്ന വചനമാണ് ഈ ജെറമിയ 29:11. ഇന്നും എന്നെ പിടിച്ചു നിർത്തുന്ന വചനം ഇതാണ്. പ്രിയ സഹോദരങ്ങളെ, ശരീരത്തിൻ്റെ ശക്തി ക്ഷയിച്ചു പോയിട്ടും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്തിനാണെന്നറിയോ? ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ ഈശോയ്ക്ക് എന്ത് പദ്ധതിയാണ് ഉണ്ടായിരുന്നത് എന്ന്. ആ പദ്ധതിയുടെ പൂർത്തീകരണം കണ്ടിട്ട് വേണം അടുത്ത പ്രവർത്തനങ്ങൾ തുടങ്ങാൻ. ഒന്നുകിൽ സെമിത്തേരിയിലേക്കുള്ള പ്രവർത്തനം, അതല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. പ്രിയ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ പുസ്തകം ഒരു നിധി പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. വർഷങ്ങൾ പഴക്കമുള്ള പുസ്തകമാണ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങളും ദൈവകരുണയുടെ ഭക്തി എങ്ങനെയെങ്കിലും പ്രചരിപ്പിക്കണം. ഇങ്ങനെ പുസ്തകം അടിച്ച് പ്രചരിപ്പിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ദൈവത്തിൻ്റെ കരുണ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് നമ്മൾ കരുണ കാണിച്ചാൽ ദൈവത്തിൻ്റെ കരുണയുടെ പ്രഘോഷകരായിട്ട് മാറാം. ദാരിദ്ര്യത്തിൽ വലയുന്നവരുണ്ടാകാം, പഠിക്കാൻ പൈസയില്ലാതെ വലയുന്നവരുണ്ടാകാം, ഡ്രസ്സ് എടുക്കാൻ പൈസയില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകാം, സ്കൂൾ ഫീസ് അടയ്ക്കാൻ പൈസയില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകാം. ദൈവം അവരെയൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അപ്പോൾ അവർക്ക് വേണ്ടത് ഹല്ലേലൂയ ഹല്ലേലൂയ എന്നുള്ള പറച്ചിലല്ല എന്ന് ഈശോന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്നവരുടെ മുമ്പിൽ നമ്മൾ കരുണ, ദൈവത്തിൻ്റെ കരുണയുടെ മുഖം അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇതാണ് ദൈവത്തിൻ്റെ കരുണ, ഈശോയുടെ കരുണ. നമുക്ക് കരുണയുടെ അപ്പസ്തോലരാകാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.